ഡെങ്കു സിൻഡ്രോം. ഡെങ്കു വൈറസ് ആർ ആർബോവൈറസസ്. അപ്പോൾ ആർബോവൈറസസ് ആണ് ഡെങ്കു വൈറസ്. ആൻഡ് ഡെങ്കു സിൻഡ്രോം എന്ന് പറയുന്നത് 3 ടൈപ്പ് ഓഫ് കണ്ടീഷൻ ചേരുന്നതാണ്. ക്ലാസിക്കൽ ഡെങ്കു ഫീവർ, ഡെങ്കു ഹെമറേജിക് ഫീവർ വിത്തൗട്ട് ഷോക്ക് ആൻഡ് ഡെങ്കു ഹെമറേജിക് ഫീവർ വിത്ത് ഷോക്ക്. ഈ ഡെങ്കു സിൻഡ്രോം ഒരു സെൽഫ് ലിമിറ്റിംഗ് കണ്ടീഷനാണ്. ആൻഡ് അതിനകത്ത് 4 ടൈപ്പ് ഓഫ് സെറോടൈപ്സ് ഉണ്ട്. 1, 2 and 3, 1, 2, 3 and 4. പിന്നെ അതിൽ 1 and 2 ആണ് മോസ്റ്റ് ഡേഞ്ചറസ്, അല്ലെ വൈഡ് സ്പ്രെഡ് ആയിട്ട് കാണുന്നത് 1 and 2 ആണ്. ഡെങ്കു വൈറസസ് ഇസ് ദ ഏജൻറ്റ് ആൻഡ് വെക്ടർ ഇസ് ദ ഈജിപ്റ്റി, ഏഡിസ് ഈജിപ്റ്റി ആൻഡ് ഏഡിസ് ആൽബോപിക്ടസ് ഇസ് ദ vector. Transmission of disease: Aedes mosquito become infective by feeding on a patient from the day before the onset to the 5th day of illness. Aedes aegypti become infective by feeding on a person from the day before the onset to the 5th day of illness. ആ സമയത്താണ് ഇൻഫെക്റ്റീവ് ആയിട്ട് വരുന്നത്. ദ ഡേ ബിഫോർ ദ ഓൺസെറ്റ് ടു ദ 5th ഡേ ഓഫ് ഇൽനെസ്, ആ ഒരു ടൈമിലാണ് ഏറ്റവും കൂടുതൽ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഹയർ റിസ്ക് ആയിട്ടുള്ള പേഷ്യൻസ് എന്ന് പറയുന്നത് ഇൻഫൻറ്റ്, എൽഡർലി, ഒബീസ്, പ്രഗ്നൻറ്റ്, പെപ്റ്റിക് അൾസർ ഡിസീസ് കേസ്, പിന്നെ ഹിമോലൈറ്റിക് ഡിസീസ്, ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ആസ്മ, ഈ ഒരു പേഷ്യൻസ്, ഈ ഒരു കണ്ടീഷനൊക്കെ ഉള്ള ആൾക്കാരിൽ ഡെങ്കു സിൻഡ്രോം കൂടെ വന്നു കഴിഞ്ഞാൽ അവിടെ കുറച്ച് റിസ്ക് ആണ്. Clinical manifestation may be asymptomatic or may cause undifferentiated illness, dengue fever, dengue hemorrhagic fever, including dengue shock syndrome. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ പല ടൈപ്പായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ചില കേസിൽ അസിംറ്റമാറ്റിക് ആവാം, ചില കേസിൽ അൺഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള ഇൽനെസ് കോസ് ചെയ്യാം. ഡെങ്കു ഫീവർ ഉണ്ടാകാം, ചില കേസിൽ ഡെങ്കു ഹെമറേജിക് ഫീവറിലുണ്ടാകും, ചില കേസിൽ കുറേ കൂടെ കോംപ്ലിക്കേറ്റഡ് ആയി ഡെങ്കു ഷോക്ക് സിൻഡ്രോമോ ആകാം. അപ്പം അൺഡിഫറൻഷ്യേറ്റഡ് ഫീവർ കേസ്, പിന്നെ ക്ലാസിക്കൽ ഡെങ്കു ഫീവർ, പിന്നെ ഡെങ്കു ഹെമറേജിക് ഫീവർ, അതിൻ്റെ കുറച്ച് ഫേസുകൾ അതാണ് പറയുന്നത്. ഫസ്റ്റ്, അൺഡിഫറൻഷ്യേറ്റഡ് ഫീവർ, especially during the primary dengue infection in infant, children and adult, simple fever, maculopapular rashes, upper respiratory and GI symptoms are common. അപ്പം അൺഡിഫറൻഷ്യേറ്റഡ് ഫീവറിൽ കുട്ടികളിലും അതുപോലെ തന്നെ ഇൻഫൻറ്റിലും അഡൽട്ടിലും ഒക്കെയാണ് ഒരു സിമ്പിൾ ഫീവർ പോലെയായിരിക്കും പ്രസൻറ്റ് ചെയ്ത്. അവിടെ മാക്കുലോപാപ്പുലർ റാഷസ് ഒക്കെ കാണാൻ പറ്റും. റെസ്പിറേറ്ററി അതുപോലെ GI സിംറ്റംസ് കോമൺ ആയിരിക്കും. ആൻഡ് എസ്പെഷ്യലി ഡ്യൂറിങ് ദ പ്രൈമറി ഡെങ്കു ഇൻഫെക്ഷൻ, അപ്പോൾ ആ ഒരു സമയത്താണ് പ്രൈമറി ആയിട്ടൊരു ഡെങ്കു ഇൻഫെക്ഷൻ വരുമ്പോഴാണ് ഒരു അൺഡിഫറൻഷ്യേറ്റഡ് ഫീവർ പോലെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇനി ക്ലാസിക്കലായിട്ടുള്ളൊരു ഡെങ്കു ഫീവർ ആണെങ്കിൽ എല്ലാ ഏജ് ഗ്രൂപ്പിനെ അഫക്റ്റ് ചെയ്യും, എല്ലാ സെക്സിനെ അഫക്റ്റ് ചെയ്യും. 3 to 10 days ആണ് ഇൻക്യുബേഷൻ പീരീഡ് പറയുന്നത്. പിന്നെ ഓൺസെറ്റ്, സഡൻ ഓൺസെറ്റ്, ചിൽ, ഹൈ ഫീവർ, ഹെഡ് ഏക്ക് ആൻഡ് മസിൽ ആൻഡ് ജോയിൻറ്റ് പെയിൻ വിൽ ബി ദെയർ. റിട്രോ ഓർബിറ്റൽ പെയിൻ ആൻഡ് ഫോട്ടോഫോബിയ, ഡെങ്കു ഫീവറിൻ്റെ ഒരു ക്ലാസിക്കലായിട്ട് നമ്മൾ എപ്പോഴും റിട്രോ ഓർബിറ്റൽ പെയിൻ, ഫോട്ടോഫോബിയ ഒക്കെ പറയും. അപ്പോൾ അത് ഈ ഡെങ്കു ഫീവർ, ക്ലാസിക്കൽ ഡെങ്കു ഫീവറിൽ പ്രസൻ്റ് ആയിരിക്കും. പിന്നെ കോളിക് ആയിട്ടുള്ള ഒരു അബ്ഡോമിനൽ പെയിൻ, അബ്ഡോമിനൽ ടെൻഡർനെസ്, സോർ ത്രോട്ടൊക്കെ കാണാൻ പറ്റും. ദെൻ ഇതിനകത്തിലെ ഫീവർ, സാഡിൽ ബാക്ക് ഫീവർ എന്ന ഫീവറിൻ്റെ ഒരു നെയിം ഇമ്പോർട്ടൻ്റ് ആണ്. റാഷ്, ഡിഫ്യൂസ്, ഫ്ലഷിംഗ്, മോട്ട്ലിംഗ് ഓർ ഫ്ലീറ്റിംഗ് പിങ്ക് പോയിൻറ്റ് ഇറപ്ഷൻസ് ഓൺ ദ ഫേസ്, നെക്ക് ആൻഡ് ചെസ്റ്റ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ഫെബ്രൈൽ പീരീഡ്, ലാസ്റ്റ് ഫോർ 2 to several days. 2 hours to several days, 2 hours തൊട്ട് സെവറൽ ഡേയ്സ് വരെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു പീരീഡാണ്. ഇവിടെ റാഷ് കാണാൻ പറ്റും. റാഷ്, ഡിഫ്യൂസ്, ഫ്ലഷിംഗ്, മോട്ട്ലിംഗ് ആൻഡ് ഫ്ലീറ്റിംഗ് pinpoint eruptions on the face, neck, chest during the first half of the febrile period. Then case fatality rate is very low in the case of classical dengue fever. ഡെങ്കു ഹെമറേജിക് എന്ന് പറയുന്നത് ഇതിനേക്കാളും കുറച്ചുകൂടെ സിവിയർ ആയിട്ടുള്ള ഒരു ഫോമാണ് ഡെങ്കുവിൻ്റെ. അവിടെ 3 ഫേസ് ആയിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്: ഫെബ്രൈൽ, ക്രിട്ടിക്കൽ ആൻഡ് റിക്കവറി. പിന്നെ അതിൽ ഫെബ്രൈൽ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ ഡെങ്കു ക്ലാസിക്കൽ ഡെങ്കുവിൻ്റെ എല്ലാ സിംറ്റംസും കാണും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു സോർ ത്രോട്ട് ഉണ്ട്, അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാവുന്ന ഒരു ഫീവർ ആയിരിക്കും, ഹൈ ഫീവർ ആയിരിക്കും, തലവേദന, റിട്രോ ഓർബിറ്റൽ പെയിൻ, ക്ലാസിക്കൽ റിട്രോ ഓർബിറ്റൽ പെയിൻ, ഫോട്ടോഫോബിയ, അബ്ഡോമിനൽ ടെൻഡർനെസ് ഒക്കെ പറഞ്ഞു. അപ്പോൾ അതുപോലത്തെ സിംറ്റംസ് പ്ലസ് പ്ലാസ്മ ലീക്കേജും കൂടെ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. അബ്നോർമൽ ആയിട്ടുള്ള ഹീമോസ്റ്റാസിസ് മാർക്ഡ് ബൈ ത്രോംബോസൈറ്റോപീനിയ ആൻഡ് റേസ്ഡ് ഹെമറ്റോക്രൈറ്റ് വാല്യൂസ്.
ആൻഡ് പോസിറ്റീവ് ടോർണിക്വേറ്റ് ടെസ്റ്റും കൂടെ ഈ ഒരു ഫേസിൽ കാണാൻ പറ്റും. അപ്പം പോസിറ്റീവ് ടോർണിക്വേറ്റ് ടെസ്റ്റ് ഏതിലാണ് കാണുന്നത്, പിന്നെ ഏത് ടൈപ്പ് ഓഫ് ഫീവറാണ് ക്ലാസിക്കൽ ഡെങ്കുവിൽ കാണുന്നത്, അതൊക്കെയാണ് ഇതിനകത്ത് നിന്ന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വോട്ട് ഈസ് ടോർണിക്കേറ്റ്, അതിനകത്തിൽ നമ്മൾ യൂഷ്വലി ബി പി എടുക്കുന്ന പോലെ തന്നെയാണ്, പ്രഷർ നമ്മൾ ചെക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ്. നമ്മൾ ഇൻഫ്ലേറ്റ് ദ കഫ് ടു എ പോയിൻറ്റ് midway between the systolic and diastolic BP and maintain it for 5 minutes. അപ്പോൾ ഈ 5 minutes വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആൻഡ് റെഡ്യൂസ് ആൻഡ് വെയിറ്റ് 2 minutes. ഓക്കെ, അപ്പോൾ നമുക്ക് പെറ്റേക്ക് അല്ലെങ്കിൽ പെറ്റേക്ക് ആ ഒരു പാർട്ടിൽ ആൻറ്റി ക്യൂബിറ്റൽ ഫോസയിൽ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് പോസിറ്റീവ് ആണെങ്കിൽ 10ൽ കൂടുതൽ ആ ഒരു 1 സ്ക്വയർ ഇഞ്ചിൽ ആ ഒരു ഏരിയയിൽ കൂടുതൽ 10ൽ കൂടുതൽ പെറ്റേക്കേസ് കാണാൻ പറ്റും. അതാണ് ഒരു ഇപ്പോൾ പോസിറ്റീവ് ആണ് ടോർണിക്കറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് ഡയഗ്നോസിലേക്ക് എത്താൻ പറ്റുന്നത്. ദെൻ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഫെബ്രൈൽ ഫേസ് ഉണ്ട്, ദെൻ ഒരു ക്രിട്ടിക്കൽ ഫേസ്, അതായത് ഫെബ്രൈൽ ഫേസിൽ അവിടെ ഹൈ ഫീവറൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഹൈ ഫീവറിൽ നിന്ന് ആ ഒരു ടെമ്പറേച്ചറൊക്കെ ഡ്രോപ്പ് ഡൗൺ ചെയ്യുന്നു. വെൻ ദ ടെമ്പറേച്ചർ ഡ്രോപ്സ് ടു 37.5 to 38 degree or less and remains below this level, usually on the day 3 to 7 of illness, and increase in capillary permeability in parallel with increased hematocrit value may present. അവിടെ capillary permeability increase ചെയ്യുന്നു. This marks the beginning of the critical stage and progressive leukopenia followed by the rapid decrease in the platelet count. There is a progressive ആയിട്ടുള്ള leukopenia ഉണ്ട്, followed by a rapid decrease in the platelet count. Right side pleural effusion and ascites, right sided pleural effusionum ascitism ഒക്കെ ഈ critical phaseൽ കാണാൻ പറ്റും. Shock occurs when a critical volume of plasma is lost through leakage and preceded by warning sign: abdominal pain, vomiting, mucosal bleeding, lethargia, restlessness, and temperature is subnormal, organ hypoperfusion, metabolic acidosis, intravascular coagulation. ടെമ്പറേച്ചർ സബ്നോർമൽ ആവുന്നു, ഓർഗൻസ് ഹൈപ്പോപെർഫ്യൂഷന് വിധേയമാവുന്നു, മെറ്റബോളിക് അസിഡോസിസും അതുപോലെ തന്നെ ഇൻട്രാവോസ്കുലർ കൊയാഗുലേഷനും ഒക്കെ കാണുന്നുണ്ട്. ഇതാണ് ഈ ഒരു ക്രിട്ടിക്കൽ ഫേസിൽ കാണുന്നത്. ദെൻ റിക്കവറി, ഈ ക്രിട്ടിക്കൽ ഫേസ് കഴിയുമ്പോൾ ആ ഒരു റിക്കവറി പേഷ്യൻറ്റ് സർവൈവ് ചെയ്യുന്നുണ്ട്. ഇഫ് ദ പേഷ്യൻറ്റ് സർവൈവ്സ് ദ 24 to 48 hours critical phase, a gradual reabsorption of the extravascular compartment fluid take place in 48 to 72 hours, and general well-being improve, appetite return, hemodynamic status stabilize. അപ്പം well-being ഒക്കെ ഇമ്പ്രൂവ് ചെയ്ത് appetite ഒക്കെ റിട്ടേൺ ചെയ്യുന്നു, hemodynamic ആയിട്ടുള്ള സ്റ്റാറ്റസ് ഒക്കെ സ്റ്റെബിലൈസ്ഡ് ആവുന്നു. And severe dengue defined by one or more of the following, and plasma leakage that may lead to shock and severe bleeding and severe organ impairment. അപ്പോൾ സിവിയർ ഡെങ്കുവിൽ ഇറ്റ് ഇസ് ഡിഫൈൻഡ് ബൈ വൺ ഓർ മോർ ഓഫ് ദ ഫോളോയിങ്, അതായത് ഇതിനകത്തിൽ പറയുന്നതിൽ കൂടുതൽ വൺ ഓർ മോർ ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് വരുമ്പോഴാണ് ഡെങ്കു സിവിയർ ആണെന്ന് പറയുന്നത്. ഇവിടെ പ്ലാസ്മ ലീക്കേജ് ദാറ്റ് മേ ലീഡ് ടു ഷോക്കിലേക്ക് പോകുന്നു, ഭയങ്കര ബ്ലീഡിംഗ് ഉണ്ട്, ആൻഡ് സിവിയർ ആയിട്ടുള്ള ഓർഗൻ ഇമ്പയർമെൻറ്റും ഉണ്ട്. പേഷ്യൻ്റ് ഇസ് കൺസിഡർ ടു ഹാവ് ഷോക്ക് ഇഫ് ദ pulse pressure is less than 20 mmHg in the children, and the patient may have the coagulation abnormality, thrombocytopenia, metabolic acidosis and organ failure. ഇതാണ് സിവിയർ ഡെങ്കുവിൽ. ഇപ്പോൾ പ്ലാസ്മ ലീക്കേജ്, അതിൻ്റെ കൂടെ തന്നെ ഷോക്കിലേക്ക് പോകുന്നു, പ്ലാസ്മ ലീക്കേജ് കാരണം ബ്ലീഡിങ് സിവിയർ ആയിട്ട് വരുന്നു, ആൻഡ് സിവിയർ ഓർഗൻ ഇമ്പയർമെൻറ്റ് ഇസ് ദെയർ. ദെൻ കൺട്രോൾ മെഷേഴ്സ്. അപ്പോൾ എന്താണ് ഈ ഒരു മോസ്കിറ്റോനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി മെഷർ എന്ന് പറയുന്നത്. പിന്നെ വാക്സിൻസ് അത്ര എഫക്റ്റീവ് അല്ല. ആൻഡ് അതർ മെഷേഴ്സ് ഇസ് ഐസൊലേഷൻ ഓഫ് ദ പേഷ്യൻ്റ് അണ്ടർ ദ ബെഡ് നെറ്റ്സ് and during the first few days for individual protection against the mosquito, and personal prophylactic measures is the full sleeve shirts and pants, mosquito repellents and coils, mat and bed nets. These are the personal prophylactic measures. Environmental measures: elimination of the mosquito breeding places. ഇതൊക്കെയാണ് മൊസ്കിറ്റോനെ കൺട്രോൾ ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റുന്നത്. For dengue syndrome consists of 3: classical dengue fever,
ഡെങ്കു ഹെമറേജിക് ഫീവർ വിത്തൗട്ട് ഷോക്ക് ആൻഡ് ഡെങ്കു ഹെമറേജിക് ഫീവർ വിത്ത് ഷോക്ക്. സെൽഫ് ലിമിറ്റിംഗ് ആണ്. ഇത് വൈഡ് സ്പ്രെഡ് ആയിട്ട് കാണുന്നത് ഏത് സെറോടൈപ്പ് ആണെന്ന് ഓർത്തിരിക്കുക. ദെൻ ഫ്ലാവി വൈറസ് ആണ് അതിൻ്റെ ഒരു ഡെങ്കു വൈറസ്. അതിൻ്റെ ഏജൻറ്റ് എന്ന് പറയുന്നത് ആൽബോപിക്ടസ് ആൻഡ് ഏഡിസ് ഈജിപ്റ്റി ആൻഡ് ഏഡിസ് ആൽബോപിക്ടസ് ഇസ് ദ വെക്ടർ. ട്രാൻസ്മിഷൻ occurs by the Aedes mosquito, become infective by the feeding on the person from the day before the onset to the 5th day of illness. ഹൈ റിസ്ക് കേസസിൻ്റെ കാര്യം പറഞ്ഞു. ദെൻ ആ ഒരു അൺഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള ഫീവർ എന്താണ് സിംറ്റംസ്, അതുപോലെ ക്ലാസിക്കൽ ഡെങ്കു ഫീവറിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്. സാഡിൽ ബാക്ക് ഫീവർ ആണ് കാണിക്കുന്നത്. ഡെങ്കു ഹെമറേജിക് ഫീവറിൽ 3 ഫേസസ് വരുന്നുണ്ട്. ഫെബ്രൈൽ, ക്രിട്ടിക്കൽ ആൻഡ് റിക്കവറി. ഇതിനകത്ത് ഫെബ്രൈൽ ഫേസിലാണ് ടോണിക്യൂറ്റ് ടെസ്റ്റ് പോസിറ്റീവ് ആവുന്നത്. ക്രിട്ടിക്കലിൽ പേഴ്സൻ്റെ ടെമ്പറേച്ചറൊക്കെ ഡ്രോപ്പ് ഡൗൺ ചെയ്യുന്നു. ആൻഡ് അവിടെ കുറേ ഇപ്പം എന്താ അബ്ഡോമിനൽ പെയിനും അതുപോലെ തന്നെ വൊമിറ്റിങ്ങും മ്യൂക്കോസൽ ബ്ലീഡിങ്ങും ലതാർജി അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓർഗൻ ഹൈപ്പോ പെർഫ്യൂഷൻ അങ്ങനെ പിന്നെ പ്ലൂറൽ എഫ്യൂഷൻ അസൈറ്റിസ്, റൈറ്റ് സൈഡഡ് പ്ലൂറൽ എഫ്യൂഷൻ അസൈറ്റിസ് ഒക്കെ പേഷ്യൻ്റ് പ്രസൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ വന്ന് ക്രിട്ടിക്കൽ ഫേസ് കണ്ടിന്യൂ ആയിപ്പോയി പേഷ്യൻറ്റ് സർവൈവ് ചെയ്യുന്നു. 24 to 48 hours കഴിയുമ്പോൾ പേഷ്യൻറ്റ് വിൽ ഗോ ടു ദ റിക്കവറി ഫേസ്. അവിടെ എല്ലാ കാര്യങ്ങളും നോർമൽ റിട്ടേൺ ഹീമോഡൈനാമിക് സ്റ്റാറ്റസിലേക്ക് ഒക്കെ സ്റ്റെബിലൈസ്ഡ് ആവുന്നു. ദെൻ സിവിയർ ആയിട്ടുള്ള ഡെങ്കു ആണെങ്കിൽ അവിടെ പ്ലാസ്മ ലീക്കേജ് ഫോളോ ദിസ് ലീഡ് ടു ഷോക്ക്. there will be severe bleeding and organ impairment. കൺട്രോൾ മെഷേഴ്സൊക്കെ പറഞ്ഞു. വാക്സിൻസ് അത്ര എഫക്റ്റീവ് അല്ല. പേഷ്യൻ്റ് ഐസൊലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള പ്രൊഫൈലാക്റ്റീവ് മെഷേഴ്സൊക്കെ സ്വീകരിക്കുക. എൻവയോൺമെൻറ്റൽ മെഷേഴ്സ് ആയിട്ടുള്ള ബ്രീഡിങ് പ്ലേസസ് ഓഫ് ദ മൊസ്കിറ്റോ ഒക്കെ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ഇതാണ് ഡെങ്കു സിൻഡ്രോം.